ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആസ്റ്റർ ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു അർബാനിയ എടുക്കാൻ പോവാണ്. അർബാനിയ നമ്മൾ കണ്ടേ ഇന്ന് ഈ ട്രാവലർ, നിങ്ങളുടെ ട്രാവലർ കണ്ടു കാണുമായിരിക്കും. അപ്പോൾ ആ ചെറുക്കനെ കൊണ്ടാണ് ഇന്ന് പോകുന്നത്. അർബാനിയ എടുക്കുമ്പം അതിന് വാസ്റ്റക്കർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അർബാനിയൻ എടുക്കാമെന്നാണ് വെച്ചത്, കാരണം ട്രിപ്പൊക്കെ വരുമായിരിക്കും, അതാണ്. അപ്പോൾ നമുക്കെന്തായാലും നേരെ അങ്ങോട്ട് പോകാം. ഇത് സത്യം പറഞ്ഞാൽ അർബാനിയ ഞാൻ കളർ ചൂസ് ചെയ്തിട്ടില്ല. ഇപ്പം ഗ്രേ ആണ് ഞാൻ ചെയ്തേക്കുന്നത്, കമ്പനി കളർ. ഇനിയും ചെയ്യാൻ പോകുന്നത് നമ്മളിതാണ്ട് ഇതേപോലത്തെ അടിക്കാൻ പോവാണ്. ഈ സെയിം തന്നെ അടിക്കാൻ പോകല്ല, വേറെ പണി ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ തന്നെ കോപ്പി അടിക്കാൻ, പക്ഷേ എറർ നല്ല കൊടുക്കുന്നത്, വേറെ നെയിമാണ് കൊടുക്കുന്നത്. അത് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്തോ. ഞാൻ വേണേൽ ഒരു ഗ്രൂവ് വേണേൽ ഞാൻ പിന്നെ അല്ല വേണ്ട, ഞാൻ പറയാം. നമ്മുടെ എഡിഷൻ നെയിം സോണിക്, അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം സോണിക്ക് ആകുമ്പം ഞാൻ സോണിക്ക് തന്നെ ചെയ്യാമെന്നാണ് വെക്കുന്നത്. ഇതിൻ്റെയൊക്കെ ബാക്കിൽ നമ്മുടെ സെയിം ടൂറിസ്റ്റ് ബസ് ചെയ്തേക്കുന്ന പോലെയാണ്, ഡെഡ് ബുള്ളി എന്നും പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. അപ്പം എൻ്റെ ബസ് ഞാൻ ഒന്ന് കൊണ്ടുവരണമെന്ന് വെച്ചാൽ, പക്ഷെ അമ്മമാർ അന്നേരത്തേക്ക് അവിടെ വരാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് കറങ്ങി അങ്ങോട്ട്. അയ്യോ, നമുക്ക് വോണോഗിരിക്ക് മുന്നുള്ളൊരു മാപ്പിലാണ് നമ്മൾ ഇത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ വോണോഗിരിയിലൊരു വീടുണ്ട്, നമ്മുടെ അങ്ങോട്ട് പോകും. പിന്നെ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇപ്പോൾ ഏത് വഴി കൂടെ വന്നേന്ന്. ഞാൻ നമ്മുടെ സ്വന്തം നവൻ വൈറ്റി 2.0 ബ്രോയുടെ വീടിൻ്റെ വഴി കൂടെയാണ് വന്നേക്കുന്നത്. ഇവിടുന്ന് ഇന്നലെ എനിക്ക് ആംബുലൻസ് ഒക്കെ ഓടിക്കാൻ കിട്ടി. എന്ന് വെച്ചാൽ നമ്മുടെ ഡി ലെവൽ ICU എന്ന് പറയുന്നൊരു വണ്ടിയുണ്ട്. അതിൻ്റെ മോഡ് ഞാൻ എന്തെങ്കിലും എടുത്ത് ചുമ്മാ ഒന്ന് ഓടിച്ചാൽ, ഞാൻ ചുമ്മാ ഓടിച്ചപ്പോൾ തന്നെ ആൾക്കാർ എനിക്ക് മാറി തന്നതാണ്. ഗ്യാസ് അടുത്ത മാപ്പെത്തി. ഫോഴ്സിൻ്റെ ആംബുലൻസിനൊക്കെ ഭയങ്കര സ്പീഡാണ്. നമ്മൾ ചുമ്മാ ഇച്ചിരി ഒന്ന് ആക്സിഡൻറ്റ് കൊടുത്താൽ ഭയങ്കര സ്പീഡാണ്. അപ്പം അതേപോലെയാണ് ഇവിടെ നോക്കുന്നത്. കണ്ടില്ല, ഞാൻ മാറിത്തരാൻ പറയുന്നില്ല. നിങ്ങളാരെങ്കിലും എന്തായാലും വാഴ വല്ലതും കണ്ടിട്ടുണ്ടോ? വാഴ 2 കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനലിലൊന്ന് ലൈക്ക് അടിക്കണം. പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണം. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ എൻ്റെ വീഡിയോസ് വരുമ്പോൾ ഇവിടെയും നിങ്ങൾക്ക് എന്നെ നിങ്ങൾ ഒത്തിരി ദിവസമൊക്കെ വല്ലപ്പോഴും ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടും. വണ്ടി ഇടിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എടാ മോനെ, സീൻ ബാക്ക് ഫ്ലിപ്പ് ചെയ്തെടുത്തു. ഒരു ട്രാവലറിന് ഞാൻ ആദ്യമായിട്ടാണ് കൈസ് ഇടിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഹെൽത്ത് കുറഞ്ഞിട്ടില്ല കൈസ്. ഹെൽത്ത് കുറയാത്ത വണ്ടി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ കണ്ടോ, ഇത്രയാണ് നമ്മുടെ വഴി. ഇങ്ങോട്ട് യൂട്ട് കളിക്കുന്നുണ്ടല്ലോ. താങ്ക് യു. അത് പിന്നെ എന്താടാ തുറക്കാത്തില്ല, ഒരു ഇടി വെച്ച് കൊടുത്താൽ എല്ലാം കുഴപ്പം. അയ്യോ, ഈ റോഡ് വന്നല്ലായിരുന്നു. പക്ഷേ കുലുങ്ങി നമ്മൾ കുറച്ചെടുത്തൊക്കെ മാൻഷൻ എടുക്കാറുണ്ട്. കാരണം നമ്മൾ എവിടെയൊക്കെയാണെന്ന് അറിയത്തില്ല. നമ്മൾ ഓരോ ദിവസം ഓരോ സ്റ്റെപ്പ് ഉണ്ട്. താണെന്ന് തോന്നുന്നു, കാരണം ഇതാ ഇവിടെ വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട്.
ചിലപ്പോൾ വേറെ അർബാനി എടുക്കാൻ വലിയ ടീംസ് ഇതെങ്ങനെയാണോ ഇവിടെ വല്ലതാണോ ഇല്ല ഞാനും വരുന്നുണ്ട് എനിക്ക് വയ്യ ഒത്തിരിയൊക്കെ ഓടിക്കുമ്പോൾ കയ്യ ഓടിക്കും ഇതൊന്നുമല്ല ഇതാണോടാ നിന്റെ ഒരു അർബാനി എടുക്കാനാണ് ഞാൻ എൻ്റെ അർബാനി എടുക്കാൻ പോകുമ്പോൾ നീ എവിടെ ഒരു ഇടയ്ക്ക് ഇതിൻ്റെ അടിയിൽ എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഓ എടാ പെണുങ്ങല്ലടാ ചുമ്മാ തന്നെയല്ലേ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കറങ്ങി കുടിക്കുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഓൻ ഇത്ര കൊടുക്കാത്ത കൊടുത്തു കഴിഞ്ഞ് ഇവിടെ നടക്കുന്ന പ്രശ്നം നിങ്ങൾക്ക് അറിയത്തില്ല. ഇവിടെ കിടന്ന് കരഞ്ഞ് മനുഷ്യന് ഈ വെള്ളം ഇതിനകത്ത് ഈ വണ്ടിക്കകത്ത് വെള്ളപ്പൊക്കം വരും അത്രയ്ക്കും അവൻ്റെ കരച്ചിൽ. അവനെ അങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതി ഗൈസ്, നമുക്കങ്ങ് വീട്ടിൽ പോകാം. പെട്ടെടുപ്പം കഴിഞ്ഞു. ഇതാണ് ഇത്ര ടഫ്. ഇവിടെ തന്നെ പറയാം. പറഞ്ഞ് ആണോ ആണെന്നോ അല്ല മിക്കവാറും ഞാൻ ഇവരെ ഇവിടെ ഒരു ഡെലിവറി എടുക്കാൻ പോകുന്നതിൻ്റെ ഏതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങളുടെ ബസ് എടുക്കുന്നത് അത് ഞാൻ തന്നെ ചെയ്തത്. ഇപ്രാവശ്യം അവൻ കിടന്ന് കരയായിരുന്നു കേസ്. അവന് എന്നെ ബുക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ശരി നീ ബുക്ക് ചെയ്തോ. ഞാൻ അറിഞ്ഞു അവൻ ഈ ഒരു കാട്ടി വല്ലതും വന്നുകൊണ്ടിരുന്നു. യെസ് ഫൈനലി ഇതാണ്ട് ഇത് അങ്ങോട്ട് കഴിഞ്ഞ് അങ്ങോട്ട് കോർണോട് കാണുന്ന സ്ഥലം. ഇവൻ്റെ ഒരു YMC സൂപ്പർ പിന്നെ ഇവൻ്റെ ഒരു അർബാനിയുടെ ഷോപ്പ് അർബാനിയുടെ ഷോപ്പ് തന്നെയല്ല ഇതൊന്നും തെറ്റി. YMC എന്ന് പറഞ്ഞപ്പോൾ തന്നെ തെറ്റി. എടാ എവിടാടാ നീ ഒന്നും മാപ്പ് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ നോക്കണം. പക്ഷെ ഓരോടത്ത് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ സോറി അടുത്ത മാപ്പിലാണ് ഗൈസ് നമ്മുടെ വണ്ടി എടുക്കുന്ന സ്ഥലം. ഇച്ചിരിക്കോട്ട് പോകുമ്പോൾ അടുത്ത മാപ്പ് എത്തും. സോറി ഞാൻ എൻ്റെ ചെറുക്കനെ കുറ്റം പറഞ്ഞു. രണ്ടാമത്തെ മാപ്പാണ് ഇവ ഒന്നാമത്തെ മാപ്പാണ്. എറാർബോയ് തിരിയുമ്പോൾ സൂക്ഷിക്കണേ. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. എന്തെങ്കിലും കയറി കഴിച്ചിട്ട് ഇനിയിപ്പോൾ കഴിക്കാൻ സമയം പറ്റും. റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ തന്നെ. ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇവിടെ തന്നെ ആൾക്കാർ. നമുക്ക് ഒറ്റൊരു വണ്ടിയോട് എടുത്താൽ നമ്മുടെ വണ്ടികളെല്ലാം ഒരു ഗരേജിലാവും. ഇനി നമ്മളൊരു Z1 ആണ് എടുക്കാൻ പോകുന്നത്. Z1 Z എന്ന് പറയുന്നത് എന്നുവെച്ചാൽ Z1ൻ്റെ BS6 ആണ് നമ്മളിനി എടുക്കാൻ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഓജസ് അതോടെ കഴിഞ്ഞാൽ
ഏകദേശം കഴിയും. പിന്നെ നമ്മുടെ വണ്ടി ഇവിടെയൊക്കെ അറിയപ്പെടുന്ന വണ്ടിയാണ്. നമുക്ക് എന്തായാലും പോയി കഴിച്ചിട്ട് എൻ്റെ സത്യത്തിൽ ആദ്യം എൻ്റെ ട്രാവലറാണ് ഇതിനെല്ലാം എനിക്ക് കാരണം. ട്രാവലർ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു എന്തോ നമുക്കൊരു ബസ് കൂടെ എടുക്കാം, ആസ്റ്റക്കർ എന്ന് പറയുന്നത് തന്നെ എടുത്തേക്കാന്നും പറഞ്ഞ് പേര് കണ്ടുപിടിച്ചിട്ടാണ് ആസ്റ്റക്കർ ബസ്. പിന്നെ അതിൻ്റെ സ്റ്റിക്കർ വർക്ക്. പിന്നെ നമ്മുടെ ചെയ്തേക്കുന്ന ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അർബാനി എടുക്കും, അത് കഴിഞ്ഞ് ഓജസിൻ്റെ ബസ് എടുക്കും, ഇത് Z1 BS6 എടുക്കും, ഇനിയും Z Astra എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും. നമ്മൾ ഒത്തിരി ബസ് എടുക്കും, മിക്കവാറും കൊമ്പൻ്റെ ഒക്കെ കൂട്ട് നമ്മൾ ഈ ലെവലിലെത്തും. അപ്പോൾ കശ്മീരം കഴിച്ചിട്ട് വരാം. എല്ലാം കഴിക്കും അപ്പം ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു. 10 അസിസ്റ്റൻ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മളിന്ന് ഇതെടുത്ത് 10 അല്ല 11. അടുത്ത മാപ്പെത്തി. നമ്മളടുത്ത മാപ്പിലാണ് നമ്മുടെ അർബാനിയാണ് എഴുതെടുക്കുന്നത്. ഇതൊരു ബിൽഡിംഗ് ഉണ്ടെന്ന് അവർ പറഞ്ഞ മാപ്പിൽ വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് ഈ ബിൽഡിങ്ങിലാണ് നമ്മൾ പോകുന്നത്. നമുക്ക് നേരെ അങ്ങോട്ട് ജസ്റ്റ് മിസ്റ്റേക്ക് വേണമെന്നത് ചേട്ടൻ്റെ ഇത് പറയാൻ പറ്റിയില്ല. ശരിയല്ല. പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആ വഴി കൂടെ വന്നപ്പോൾ തന്നെ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് തിരിച്ചതാണ് പ്രശ്നം. അമ്മമാർക്ക് ഇച്ചിരി മാറ്റി അത്രേ ഉള്ളൂ കാര്യം. പോലീസുകാരൊക്കെ നമുക്ക് ഒരു ഇതൊന്നുമല്ല, അവരുടെ കൈ നമ്മുടെ വണ്ടി പെട്ട തീർന്നു. എൻ്റെ അമ്മ എന്തൊരു സ്പീഡാണ്. ഇതോടെ കഴിഞ്ഞ് അങ്ങോട്ട് പോകും. ഇനിയിപ്പോൾ പെട്രോൾ മേടിക്കണ്ട. ശരി, അർബാനിയുടെ സ്ഥലമെത്തി. ഇവിടെ പാർക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അത് ചേട്ടാ ഇവിടെ പറഞ്ഞുണ്ട്. ഉണ്ട് ഇങ്ങോട്ട് ബൈക്കിലോട്ട് കയറിപ്പോ. താങ്ക് യു. ഇത് ബാക്കി അത് പിന്നെന്താണോ ഈ 2 പാർക്കിംഗ് ഒന്ന്. ചിലപ്പോൾ അത് സ്റ്റാഫിൻ്റെ ഇതായിരിക്കും നമ്മൾ. അപ്പോൾ അർബാനിയൊക്കെ ഇവിടെ നമുക്കാദ്യം പേരൊക്കെ എടുക്കാം.
നമ്മുടെ ആൾക്കാരെ എടുക്കട്ടെ. ആസ്റ്റക്കാരൻ്റെ ബസ് ഓക്കെടാ, പെട്ടെന്ന് തന്നെ കേട്ടോ. അപ്പോൾ അമ്മമാർക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണം 1 മണിക്ക്. അപ്പോൾ നമുക്ക് മതിലടിയാലോ. കാലിടിഞ്ഞിട്ട് ചത്തുന്നു. നല്ലോണം പറട്ടെ. അപ്പം അർബാനി കൊണ്ടുവന്നിട്ട് നമ്മുടെ ബസ് ചിലപ്പം അവരൊന്ന് കാണാൻ വരി, വന്നിട്ട് അതുവഴി ഞങ്ങൾ പോകും. ട്രിപ്പുണ്ട് നമ്മുടെ ബസ്സിനിപ്പോൾ എന്നും ട്രിപ്പാണ്. അതാണ് നമ്മുടെ ബസ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ അമ്മ വന്നിട്ട് നമ്മുടെ അർബാനി ഇപ്പോൾ വരും. അർബാനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. വന്നിട്ട് കാണാം ഗൈസ്. അപ്പം നമ്മുടെ താണ്ട അർബാനിയ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടി കാണാൻ താണ്ട കിടക്കുന്നു. ഗൈസ് താണ്ട അർബാനിയ കിടക്കുന്നു. ഗൈസ് താണ്ട ഇതാണ് സ്വിച്ച്. അർബാനിയ ഇങ്ങനെ സ്വിച്ചൊക്കെ ഓഫ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടൊക്കെ. അത് ഇപ്പം കമ്പനി തന്നെ ചെയ്ത് വെച്ചേക്കുന്ന ടൈപ്പ് അവർ ഇട്ടേക്കുവാണ്. പിന്നെ നമുക്കിപ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഇതിൻ്റെ സ്വിച്ച് മാറ്റിയിട്ട് ഇത് പഴയ ബെൻസ് പോലത്തെ ടൈപ്പാക്കണം. ഇപ്പം നമ്മളിവിടെ അടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ വന്ന വഴി കൂടെ തന്നെ ആയിരുന്നു വർക്ക്ഷോപ്പ്. നമ്മൾ അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് അതിന് ഇവിടെ താക്കോൽ കൈമാറുന്ന ജോലിയുണ്ട്. പക്ഷെ ഇതിനകത്തൊരു പ്രത്യേകത എന്താന്ന് പറയട്ടോ. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ വേണ്ട. അയ്യോ, ഇത് കറക്റ്റാണ്. അതാണ്ട കഴിച്ചു. സീറ്റിൻ്റെ അറ്റത്തായിരിക്കുന്നത്. ഈ 2 സ്വിച്ച് വർക്കാകത്തുള്ളൂ. മൂന്നാമത്തെ അതിൻ്റെ കൊടുത്തേക്കാണ്. അങ്ങനെ കൊടുത്തേക്കാണ്. അത് വർക്ക്ഷോപ്പിൽ പറഞ്ഞാൽ കൊടുത്തു കണ്ടോ. ഇതും നമ്മൾ ആസ്റ്റക്കർ എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇന്ന് തന്നെ വർക്കിന് കയറ്റിന്ന് തന്നെ പണിഞ്ഞായിരുന്നെങ്കിൽ ഇതിനും ട്രിപ്പ് കിട്ടും. ട്രാവലറിന് പെട്ടെന്ന് ട്രിപ്പ് കിട്ടിയോണ്ട് ഞാൻ പറഞ്ഞു വിട്ടു. എനിക്ക് ട്രാവലറിന് ട്രിപ്പ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞോളൂ. കാരണം ട്രാവലർ ഫസ്റ്റ് വണ്ടിയാണ്. ഫസ്റ്റ് വണ്ടിക്ക് ആദ്യമേ കിട്ടും ട്രിപ്പ്. ആരെങ്കിലും ഇടിക്കുന്നതിന് മുന്നേ ഞാൻ പോകാൻ. അത് അവർ പറഞ്ഞേക്കുന്നത് ഇവിടെ ഇടാൻ അങ്ങനെ പറ്റത്തില്ല. ഇതൊരു ചെറിയ ഓഫീസാണ്. നമ്മുടെ മെയിൻ ഓഫീസിലോട്ട് വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ മെയിൻ ഓഫീസിലോട്ട് ഒരു വണ്ടി ഇടിക്കാതെ നമ്മൾ കഷ്ടപ്പെട്ട് ഇടിക്കാതെ കൊണ്ടുപോകണം. പണിയാവും. ഇടിക്കല്ലേ. ഇതാണ് അവരുടെ മെയിൻ ഓഫീസ്. ഇടയ്ക്കുണ്ട്. കൈ എനിക്ക് അർബാനിയ ആണെങ്കിൽ സൂപ്പർ ഗ്രില്ലല്ല. ഇനി നമ്മളിതിനകത്ത് ചെയ്യാൻ പോകുന്ന വർക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്ന ടൈപ്പ് അർബാനിയ എന്നൊക്കെ പേര് വരുന്ന പോലത്തെ അല്ല. നമ്മൾ ഇച്ചിരി മോഡേൺ ടൈപ്പാണ് ആക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ ബെൻസിൻ്റെ ലോഗോ, ഇവിടെ ലൈറ്റ്, ഇത് താഴത്തെ കമ്പിയൊക്കെ വെറും ഇതാണ്. നമുക്കതൊക്കെ മാറ്റി പണിഞ്ഞ് ഇന്ന് തന്നെ കിട്ടും. സ്റ്റിക്കർ വർക്ക് നമ്മൾ തന്നെ ചെയ്യുവാണ്. അപ്പം നമ്മുടെ ഗാരേജിൽ പോയാണ് പരിപാടി. അന്ന് നിങ്ങൾ കണ്ടതല്ലേ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത്. ഗാരേജിൽ തന്നെ ഇരുന്ന് ചെയ്യണം.
സോണിക്കുന്ന എഡിഷൻ നെയിം കൊടുക്കാൻ നമ്മൾ വിട്ടുപോയി. ഇനി നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ ടാറ്റ. നമ്മൾ നേരെ അങ്ങോട്ടല്ലേ പോകേണ്ടത്? വർക്ക്ഷോപ്പ് നോക്കി അല്ലേട്ടാ, ഇവിടെ തുടങ്ങുന്നല്ലോ വർക്ക്ഷോപ്പ്. വേണ്ട, പിടിച്ചനെ. ഇതിന് പക്ഷേ ഇച്ചിരി സ്പീഡ് കുറവാ. നമ്മളതെല്ലാം റെഡിയാക്കും. അങ്ങനെ ഇപ്പം നമ്മുടെ ഗരേജിൽ അതിഥി പുതിയത് താണ്ടേ. സ്റ്റിക്കർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. വഴി കറിയങ്ങ് പോകും. അത്ര അല്ലോ, ഇവരെന്താ ഈ വഴി കൂടെ പോയിട്ട് അവിടെ ഈ വഴി കൂടെ കയറിപ്പോ ഇവിടെ പോയിച്ചാണ്. ഇവൻ്റെ വണ്ടിയുടെ വർക്ക് ഇന്ന് കഴിഞ്ഞ് ഈ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞാണെങ്കിൽ ഇന്ന് തന്നെ കൊണ്ടുവരും. കഴിയുമോ എന്ന് ചോദിക്കാതെ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പണി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല. ലൈറ്റൊക്കെ നമ്മൾ കമ്പനിക്കാരെടുത്ത് പറഞ്ഞു, ചേട്ടാ നിങ്ങൾ ചെയ്തോ, ഞാൻ അതിന് എക്സ്ട്രാ കാശ് ഞാൻ തരാം. അതുകൊണ്ട് ഇവർ ലൈറ്റ് കമ്പനിയല്ല കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് വൈകി കമ്പനി റേറ്റ് വേറെ. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ വേണ്ട. ഗ്രേ ആകുമ്പോഴും പൊടി പിടിച്ചാലും അറിയത്തില്ല. ഇപ്പം തന്നെ കണ്ടില്ല, അതുകൊണ്ട് പൊടി പിടിച്ചാലൊന്നും അറിയത്തില്ല. ആണ് അപ്പം ഇപ്പം കഴിയുമെന്ന് ചോദിക്കണം വർക്ക്. ഇല്ലേ നമ്മൾ വീട്ടിൽ പോകത്തുള്ളൂ. വീട്ടിൽ പോയിട്ട് നാളെ വരും. എടേ ഇവരുടെ ഓഫീസൊന്നും ഇല്ലൂടെ ഇതിനകത്തൊന്നും. ഇപ്പോഴവിടെ ആയിരുന്നല്ലോ ഇവരുടെ ഓഫീസ്. നേരത്തെ കണ്ട് പണിഞ്ഞതാണ്. ഇപ്പം ഇവിടെ അതെ ചേട്ടനാണ് നമ്മുടെ ഒരു അർബാനി പുതിയതാണ്. ഇപ്പം അങ്ങോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. നല്ലതായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോട്ട് കൊണ്ടുവരാം. മോനെ ഞാൻ ഇപ്പം തന്നെ ചെയ്തു തരാം. നിങ്ങൾ ഇവിടോട്ട് വെയിറ്റ് ചെയ്താൽ മതി. അതൊക്കെ നമ്മുടെ അർബാനി നിങ്ങൾ പെട്ടെന്ന് തന്നാൽ നന്നായി. ലാസ്റ്റ് സ്റ്റോക്ക് നല്ല ഇപ്പം ഫിറ്റ് ചെയ്തു. ഓക്കെ കേട്ടോ, ഫിറ്റ് ചെയ്തിട്ട് വിളിച്ചാൽ മതി ഗൈസ്. അപ്പോൾ സാധനങ്ങളെല്ലാം എടുക്കട്ടെ ഗൈസ്. നമ്മൾ 1.5 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങിയടിച്ച് വരുമ്പോഴത്തേക്ക് സാധനം കഴിഞ്ഞ് നമ്മുടെ തരുന്നതാണ്. അപ്പം നമുക്കൊന്ന് കറങ്ങി അടിക്കാം. പക്ഷേ നമുക്ക് അങ്ങോട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം വർക്ക് കഴിഞ്ഞിട്ട് വേണം. ഗൈസ് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ അങ്ങോട്ട് പോവാണ്. ലാസ്റ്റ് സ്റ്റോക്ക് ആകുന്നതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ മോനെ സീന്. ഇനി നമ്മൾ ഗരാജിലോട്ട് പോവാണ്. രണ്ട് കർട്ടനൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് അവർ. നല്ല ആൾക്കാർ. ചേട്ടാ വണ്ടി നന്നാക്കി തന്നെ താങ്ക് യു. മോനെ സാരമില്ല. ഇത് എന്തോ എന്ന് വെച്ചാൽ ഈ സ്വിച്ച് പിടിച്ചാൽ അർബാനി എന്ന് പറഞ്ഞവർ.
അത് അവർ കമ്പനിയിൽ നിന്ന് ചെയ്തതാണ്. അത് ലോക്ക് എന്തോ ഇതാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അവർ കമ്പനിയിൽ നിന്ന് ആക്കി തന്നതാണ്. പിന്നെയാണ് ഈ ഇത് വച്ചേക്കുന്നത്. ഇപ്പം കണ്ടില്ലേ, എല്ലാം കറക്റ്റ് ഇട്ടേക്കാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇനിയിപ്പോൾ ഗാരേജിലോട്ടാണ് പോകുന്നത്. വണ്ടി കിട്ടും, പെട്രോളില്ല. വാ അടിച്ചിട്ട് പൊക്കോ. അപ്പോൾ അതാണ്ടേ നമ്മൾ പെട്രോൾ പമ്പിലോട്ട് കയറാൻ പോവാണ്. ഈശ്വര ഓടിക്കാൻ പോകുന്നത്. അടിച്ചില്ല. Dimulai dari angka 0 ya. Terima kasih, hati-hati di jalan. Thank you. ഗൈസ്, അപ്പം നമുക്ക് നേരെ ഗാരേജിലോട്ട് പോകാം. അതിന് മുന്നേ ഇതാണ്ട് കാണിച്ചാൽ അങ്ങനെ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്. ലൈറ്റൊക്കെ വേണ്ട ഇങ്ങനത്തെയാണ് കൊടുത്തേക്കുന്നത്. ഗ്രില്ലിനകത്ത് ഇവർ വേറൊരു ഗ്രില്ല് പിടിച്ച് വെച്ചിരിക്കുന്നു. ഇത്ര കട്ട മാറ്റി കാണിച്ചു തരാം. ഉണ്ടോ? ആണ്. ലൈറ്റൊക്കെ നമ്മൾ തന്നെ പറയുന്ന സമയത്ത് തന്നെ ചെയ്യിച്ചു വരുന്ന ആൾക്കാർ നോ പ്രോബ്ലം. നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് ചെയ്ത് തരാമായിരുന്നെങ്കിൽ അത്രയും നല്ലത്. അതുകൊണ്ട് അവർ പെട്ടെന്ന് ചെയ്തു തന്നു. ഇതിനകത്ത് അർബാനിയുടെ കണ്ടോ, ഇത് എല്ലാമാണോ കൊടുത്തേക്കുന്നത്. ഇപ്പം അത് മാറ്റി കഴിഞ്ഞാൽ അപ്പോൾ നമുക്കത് മാറിക്കിട്ടും. അപ്പോൾ ഗാരേജ് വന്നിട്ടുണ്ട്. സ്റ്റിക്കർ വർക്ക് ഉണ്ട്. നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ഗാരേജിൽ കൊണ്ടുവരും നമ്മുടെ സ്റ്റിക്കർ. എന്നിട്ട് അടിക്കാനാണ്. ഇപ്പം ഇവിടെ കിടക്കുവാണ്. ഇവിടുന്ന് നമ്മൾ ഗാരേജിലോട്ട് പോകാനാണ് പ്ലാൻ. ഇപ്പോൾ ഗാരേജിലെ വീഡിയോ ഒക്കെ കാണിക്കാം. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ കാർ കളക്ഷൻ കണ്ടവർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാർ കളക്ഷൻ എന്നും പറഞ്ഞ് എനിക്ക് നമ്മുടെ യൂട്യൂബിൽ തന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാർ കളക്ഷൻ ചെയ്യും. നിങ്ങൾ അഥവാ തന്നില്ലേ നമ്മളിപ്പോഴെങ്ങും കാർ കളക്ഷൻ ചെയ്യത്തില്ല. ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് ഒരാളും കമൻറ്റ് ചെയ്താൽ കാണിച്ചു തരാവുന്നതാണ്. വെറുതെ അല്ല, ഇത് തേക്കിൻ്റെ ബാക്കിൽ കൊണ്ടാണോ വെച്ച്. നമ്മുടെ 10 അസിസ്റ്റന്റ് നേരത്തെ ഗാരേജ് എത്തിക്കും. 10 മാത്രമല്ല 11 കയറിയാൽ മതി. പക്ഷെ നമ്മുടെ ചെറുക്കാൻ കാണും. അജേഷ് ആണെന്തോ, അജേഷ് വേണ്ടായിരുന്നു പേര് ഞങ്ങൾക്ക്. അപ്പം നമുക്ക് ഇവിടെ ഗാരേജിലെ സ്റ്റിക്കർ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ അർബാനിയുടെ വർക്ക് കഴിഞ്ഞ് പെയിൻറ്റ് എല്ലാം ചെയ്ത് വർക്ക് കഴിഞ്ഞ് സോണിക്കെന്നും പറഞ്ഞ് ബാക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാണാൻ പറ്റും. ഇതാണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അർബാനിയുടെ ഇനിയും ട്രിപ്പിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നതാണ്. അപ്പം ഇതാണ് ഫ്രണ്ടിൽ സ്റ്റിക്കറിനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സോണിക്ക് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നോളം വരെ ബൈ.